ഇവ ഇല്ല ബൈക്ക് തന്നെ ഇതൊക്കെ എന്താ ഇതൊക്കെ? ഹലോ നീകൻ, ഹലോ ഒന്ന് പുറത്ത് വീശി വരണം, ഇങ്ങനെ ക്യാരി അടിച്ച് കിടക്കാൻ പാടില്ല. നീലനാണ് ബ്രോ എന്നോ? നീലനാണെന്നോ? അല്ല, ഞാൻ നീകനാണ് ബ്രോ. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ കത്തിയാ? ഞാനും കത്തിയില്ല. ഹലോ സുഹൃത്തുക്കളെ. ഹലോ 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 ഹലോ, ഇതാരാ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഒന്ന് സപ്പോർട്ട് വീശി വരണ്ടേ? ആണോ? ആ വരാ. പെട്ടെന്ന് കൊണ്ടുപോയല്ലേ. അപ്പൊ എല്ലാവർക്കും നന്ദി, ഇത്ര നാള് സെർവറിൽ ഒരു സ്ലോട്ട് തന്നതിന്. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി എല്ലാവർക്കും നന്ദി. അത് നീലാണോ? നീലായിരുന്നല്ലേ പട്ടി തെടിച്ചെറ്റ. ഹലോ നീലേ, എടാ പട്ടി, ഞാൻ അവിടെ പോയി ഇരുന്നടാ. എടാ നീല, നീ എവിടെ? ഞാൻ അവിടെ പോയി ഇരുന്ന്, നിനക്കറിയാവോ പട്ടി? അയ്യോ, സൗണ്ട് ഇല്ല ഇതില്. സൗണ്ട് രായ എന്തിനാണ് അവിടെ പോയിരുന്നത്? രായനെ എടുത്ത് വെച്ചോക്കട്ടെ. രായൻ എവിടെ? രായൻ ഇറങ്ങിപ്പോയി. രായന്തി രായ ഇവിടെ ഒന്നില്ലേ? രായ ഇവിടെ ഒന്നില്ലടാ. രായ നീലാണെന്ന് പറയാൻ വന്നതാ. ആണാ? ശേ, എനിക്ക് ഇപ്പൊ റേഡിയോ കയറാൻ പോലും പറ്റുന്നില്ലല്ലോ ഈശ്വര. റേഡിയോ ഞാൻ ഒന്ന് ആക്റ്റീവ് ആവാ മക്കളെ. നടക്കൂല. എടാ നടക്കൂലറാ, എന്തൊരു ചെയ്യാൻ. ഗത വേണ്ട നിന്റെ വായില്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇല്ല ചേച്ചി, കുറവാ. എന്തായാലും നമുക്ക് സുഖം തരാൻ പറ്റത്തില്ലല്ലോ മാറ്റണ. ഇതൊക്കെ പെണ്ണും പിടക്കോഴി കഴിവില്ലെന്നറിയാം. ചോദിക്കാൻ പോവാ നമ്മള്. നീങ്ങനെ തുടർന്ന് ചോദിക്കാൻ വണ്ണനെ ക്യാരി തല്ലാതല്ല, ഗ്യാങ് ഏതെന്ന് അറിയാൻ. കേറുന്നുണ്ട്, പക്ഷെ ഇറങ്ങി പോണ്. ഡ്രസ്സിന്റെ കളർ പറഞ്ഞ പറഞ്ഞുതരാന്ന്. ജുഗുറോ ഡ്രസ്സിന്റെ കളർ അവൻ മറ്റേ ബെർമുഡ ഇട്ടേച്ചറാ. ബെർമുഡ ചോദിച്ചത്. ബെർമുഡയ്ക്ക് കളറില്ലേ? ബെർമുഡ വെള്ളയും ബ്ലാക്കും. എടാ പാന്റ് നോക്കണ്ട, അവന്റെ ഷർട്ട്. എടാ ഷർട്ട് ഓർമ്മയില്ല, കാറ് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു നീല കാറ്, ബ്ലാക്കിൽ നീല, എക്സ്ലാജസിന്റെ സിമ്പിൾ പോലത്തെ ഒരു സിമ്പിൾ. അത് കോമൺ വണ്ടി. ഇത് എന്ത് വണ്ടി? ഫ്രീ വണ്ടി. അതല്ലടാ, എക്സ്ലാജസിന്റെ സിമ്പിൾ പോലത്തെ ഒരു ഗ്യാങ് വണ്ടി. നീലയും ബ്ലാക്കും ഉണ്ട്. ഒരെണ്ണ രണ്ട് ഗ്യാങ്ങുള്ളൂ, TPAയും OG. മഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? മഞ്ഞ കളർ എന്തെങ്കിലും? എടാ ജുഗുറു അറിയത്തില്ല ആരാന്ന്. എടാ എന്ത് കത്തലാടാ, കളിക്കാൻ പറ്റുന്നില്ലല്ലോടാ, ഭയങ്കര ഒന്ന് കേറോ? ഇതിപ്പോ എനിക്ക് ദേഷ്യം. അടങ്ങണ കണ്ണ, അടങ്ങ്. നീ വള്ളി പിടിക്കുന്ന ഗ്യാങ് അല്ലത്.
ഒറ്റ മിനിറ്റ് ആ കേറി 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 അവനെ താഴെ ഇറക്കി മാറ്റണ്ട. കേറടാ നീ വണ്ടി അവനെ താഴെ ഇറക്ക്. എന്തിനാ ആ, എന്നാ എടാ വണ്ടി കേറടാ. എടാ പട്ടി കേറി കേറി. ഇവൻ എങ്ങനെയെങ്കിലും അവനെ കേറ്റത് അപ്പൊ അവന്റെ ഞാനല്ല ഈ കണ്ണാപ്പി എന്താ കാണിക്കണേ? വരണ കേറിക്കോ. എടാ എന്താ സംഭവിക്കണേ അവിടെ ഗ്യാങ് കൊണ്ട് എന്റെ വാച്ചണ്ണ കത്തി എന്റെ സ്ക്രീനിൽ എല്ലാവരും കത്തിയേക്കുവാ. ആടാ സൂപ്പർ ഞാൻ ഇവനൊക്കെ അറിയുന്നുണ്ട് വണ്ടി വണ്ടി കയറിയാ വണ്ടി കയറിയാ വണ്ടി കയറി വണ്ടി കേറടാ. ഇവിടുന്ന് പോ ഇവിടുന്ന് പോ എന്റെ കേറി, നിങ്ങള് കേറി, പൊന്നോ. നിങ്ങള് ആ കയറി 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 വിട്ടോ നീ കയറിയിട്ടില്ലല്ലോ എടാ ഇവ ഇല്ല ബൈക്ക് തന്നെ എടാ അവൻ പിറകെ നടന്നു വരുന്നത് കണ്ണാ. കണ്ണൻ പിറകെ നടന്നു വരുന്നടാ ഇതൊക്കെ എന്താ ഇതൊക്കെ? നമ്മള് പോയി ഡേയ് ഹലോ എടാ കണ്ണാ ഇത് വീണടാ. എന്തൊരു അവസ്ഥയുടെ ഇത് വൈബിയെ കേറി നമ്മളെ ഇട്ടിട്ട് പോയില്ലവൻ. അവൻ ഇവിടെ പോടാ അണ്ണ എനിക്കറിയില്ല പ്രാന്തനാണ് അവൻ. പ്രാന്തൻ നിക്കുന്നതാണ് അതേ എവിടെ? തെങ്ങിനടുത്ത്. എടാ ഒന്ന് ഉറക്കി വിളിച്ച അവനെ കിട്ടും, ഉറക്കി വിളിച്ച് കിട്ടും. അവൻ താഴെ പോയി കണ്ണും എടി, എന്തൊരു കാണാത്തായിക്കോലെ പൊട്ടൻടാ അവൻ. അണ്ണാ. ഇനി ഞാൻ ഇവിടെ നടന്നു വരാട്ടാ, പ്രശ്നമില്ല. എടുത്തോ. അണ്ണാ അല്ലു അർജുന്റെ ഹാപ്പി മൂവി സിറ്റി കണ്ടിട്ടുണ്ടോ ഞാൻ നീ പറയുകയാണെങ്കിൽ ഏത് നമ്മുടെ പണ്ടത്തെ വർഷത്തടാ? സിറ്റി പണ്ടത്തെ ആ അതന്നല്ലേ ഇത്ര കത്തലില്ല. ഞാൻ മുടിഞ്ഞിരിക്കുന്നത് നീ കാണണം അല്ലേ? അണ്ണൻ മുടിയാണ് എങ്ങനെ? പിന്നെ ഒട്ടും മുടിയില്ല. അതെ പിന്നെ എനിക്ക് സന്തോഷ രാവുകളായിരുന്നല്ലേ ഞാൻ അന്നൊക്കെ പിന്നെ എന്റെ സന്തോഷ രാവുകളായിരുന്നു, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാവുകളായിരുന്നു അന്നൊക്കെ, ദിവസങ്ങളായിരുന്നു. രാവിലെ 10 മണിയാകുമ്പോ ഉറങ്ങും, 2 മണിയാകുമ്പോ അടുത്ത പ്രശ്നം വരും. ശരിയാട്ടാ. ഇല്ലേ? അയ്യോ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നല്ലേ. അല്ലാണ്ട് സ്ഥലം പിക്കപ്പ് ലൈൻ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും പെണ്ണ് സെറ്റായ? പറ്റണ എന്നെ ഇന്നലെ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയുവാണേ, നിനക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കിട്ടണോടാ. സത്യമായിട്ട് വിളിച്ചു തന്നെ. ആ അതന്നെ സോ അനുസരിച്ച് നിനക്ക് പെണ്ണ് സെറ്റ് ആവും, മനസ്സിലായില്ലേ? ഏതാ കുതിര പെട്ടാ പോയതാന്ന് തോന്നുന്നു. അണ്ണാ ഇല്ലണ്ണ, അവള് 2 വട്ടം വിളിച്ചിട്ട് എന്നിട്ട് വേറെന്നോട് പറഞ്ഞു അച്ഛാന്ന് വിളിച്ചാ? അച്ഛനല്ല ചാച്ചൻ. എനിക്ക് സൗണ്ട് കേട്ടട്ടെ ഇത് മറ്റേ റോക്സാന്ന് തോന്നുന്നു. അവിടെ സിറ്റില് വന്നു തോന്നുന്നു. അതാരാ സിറ്റില്? ഞാൻ അങ്ങനെ പേര് ഇട്ടിട്ടില്ലല്ലോ. അത് എന്റെ പണ്ടത്തെ എക്സ് അറിയില്ലേ? എന്താ ചെയ്യാനാ പുള്ളി ഇവിടെ അല്ലല്ല സരള വേറെ ഇത് വേറെ. അയ്യോ അയ്യോ എന്റെ കുട്ടി കിടക്കണ എനിക്ക് ക്യാരി അടിച്ച് പോവാൻ പാടില്ല. ഹലോ നീകൻ എടാ പോളാ ഇറക്കി. ഹലോ നീകൻ ദൈവം സംസാരിക്കും. ഒന്ന് പുറത്ത് വീശി വരണം, ഇങ്ങനെ ക്യാരി അടിച്ച് കിടക്കാൻ പാടില്ല. അല്ല ഞാനല്ലോ കേറി അടിച്ചത്, അണ്ണല്ലേ. ഇത് അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിന്റെ വലം കൈ എന്ന് വെച്ചാൽ ബ്രാവോയുടെ വലം കൈ. ഒന്ന് പുറത്തിറങ്ങണം, ഓസി പറയല്ലേ ബ്രോ കത്ത്. ഒന്ന് പുറത്തുനിന്ന് പെട്ടെന്ന് പറ്റണില്ല, ഇത് അഡ്മിനെ ഇത് ഇറക്കാൻ പറ്റില്ല. പുറത്ത് വരാൻ പറഞ്ഞ റീലോ കൊടുക്കാം, പുറത്തുനിന്ന് ഐഡി പറയാൻ പുറത്ത് എവിടെയാ വരണ്ടേ? എന്നെ നിലത്തിറക്കി നോക്കുന്ന എടാ ഇറക്കാൻ പറ്റുന്നില്ല, ബഗ്ഗായി. നീ എക്സലൻസിൽ പോയിട്ട് സപ്പോർട്ട് ഇതിൽ പോയി ഇരിക്കും, അവർ റീലോ അടിച്ചു തരും. ഇരുന്നാ Sit down for 5. വിളിച്ചിട്ട് എന്താ എന്നെ ഇപ്പൊ വരാവേ. എന്താണ് അവര് പറയുന്നത്? എടാ തൂക്കിയല്ലോടെ എന്നെ അഡ്മിൻ പിടിച്ചടാ.
സിറ്റി സേവ്. എടാ അതെന്താ സ്കാരി അടിച്ചിട്ട് നടക്കാൻ പറ്റില്ലേ? അമ്മായി, അതെന്താ ബ്രോ? ദാറ്റ്സ് നോട്ട് മെറ്റ് അടിക്കല്ലേ ബ്രോ? ഇത് ആപ്പിന്റെ വെളിയിലുള്ള സാധനമാണ്, മനസ്സിലായോ? ഞാൻ സംസാരിച്ച ഇപ്പൊ തന്നെ റൂള് മാറ്റാം. അഡ്മിൻസ് ഹലോ, അതെന്താ അങ്ങനത്തെ റൂള് കൊണ്ടുവന്നേ? എന്താണ് റീസൺ? സിറ്റി സേഫ് സോൺ ആയാ? അപ്പൊ ഇന്ന് ഇത് നടക്കൂലേ? അനീഷ്, ഇന്നപ്പോ മാറില്ലേ? എന്താണ് ആ റൂളിന്റെ പുറകിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞുതരുമോ? ഇപ്പൊ ചെയ്യാൻ പറ്റില്ല നീക, ആണോ? എടാ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ. നീലനാണ് ബ്രോ എന്നോ? നീലനാണെന്നോ? അല്ല, ഞാൻ നീഗണാണ് ബ്രോ. റൂൾസ് അപ്ഡേറ്റ് ആക്കിന്നോ? ഓക്കെ. അങ്ങനെ മലയാളത്തിൽ പറ, എന്നാലേ മനസ്സിലാവൂ. ഇവിടെ വീസിലാരും വരുന്നില്ലല്ലോ. വരണ്ണ, വീസിലാരും വരുന്നില്ലല്ലോ. ഹലോ വരണ്ണ, വീസിൽ വരുന്നില്ലല്ലോ ആരും. എന്തോടാ അതോ കേട്ടില്ല. ആരാണ് ക്യാരി ചെയ്ത് 10 പേര്? കണ്ണാപ്പി ആയിരിക്കും അല്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള തന്നെ ആയിരിക്കും മിക്കവാറും. വെയിറ്റ് ചെയ്യാൻ അയ്യോ, അടിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് വിഷമം വരുന്നടാ. എത്ര മിനിറ്റ്സ് വരെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്യാനേ പറ്റൂല. അപ്പൊ ഞാൻ റൂൾസ് അപ്ഡേറ്റ് ചെയ്ത് കണ്ടില്ല കേട്ടോ, ഞാൻ വായിച്ചില്ല. എടാ അവിടെ പോയി പറയാൻ പറ്റത്തില്ല, അവിടെ ഇത് മ്യൂട്ടായിട്ട് ഇരിക്കാൻ പറ്റൂ. ഡ്രൈവറെ ക്യാരി ചെയ്തുകൂടാ. ഡ്രൈവർ അല്ലല്ലോ ക്യാരി ചെയ്തേ, ഗോകുനല്ലേ ക്യാരി ചെയ്തേ. Alok, thank you for the 1 kick point. Thank you so much. Big shout out for Alok. Thank you. ഇതിലവ എവിടെ ഇരിക്കണത്? Yes bro, thank you again. Means a lot bro, means a lot. ഇറങ്ങിപ്പോയാ? അവന് വലിച്ചോണ്ട് പോയി. 2 hours ban ആണ്. 2 hours ban ഓ? എടാ പിന്നെ ബ്രോ, ഇതൊക്കെ കുറച്ച് വിട്ടുവീഴ്ച തരാം അല്ലേ? നമ്മള് 10-20 ക്യാരി ചെയ്തില്ലല്ലോ. ഒരു ലോജിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പർപ്പസ്ഫുള്ളി ഉള്ള ഒരു സംഭവമല്ല. ക്യാരി എന്ന് പറഞ്ഞ സാധനം. ഓക്കെ വരുന്നു. ഹലോ കേക്കാവോ? ഗോകു ആരും വന്നില്ലല്ലോ വിസിയില്. പൊട്ടാ, നിന്നെ പറ്റിച്ചതാണ്. എടാ അത് നീലാണെങ്കിൽ അവൻ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് നിന്നത്, അവന് കാണാൻ പറ്റാത്തത് അവനാ പറഞ്ഞത്. ഗോകു ഞാനേ പോരാവേ. ഗോകു പറഞ്ഞു വാസു, ഗോകു ഇങ്ങനത്തെ റൂൾ ഇല്ലേ? വാസു Yes, Gogo. പറ. വാസു is back. വള്ളിയെ തൂക്കി പിടിച്ചു കേറി വന്നപ്പോ സേഫ് സോൺ പറയും. അതൊക്കെ ഇപ്പൊ മാറ്റണ്ട. അണ്ണാ ഇന്നലെ ഇതുപോലെ ആയിരുന്നണ്ണ, അത് മാറ്റില്ല. അത് മാറ്റി. ഇന്നലെ ഇതുപോലെ ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സിറ്റി അവന്മാര് ചോദിച്ച് നാളത്തേക്ക് ആക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു സ്റ്റേബിൾ ആവുകയാണെങ്കിൽ ഇന്ന് തന്നെ അടിക്കാന്ന്. ഇല്ല, നാളെ ഇനി ടെക്സസ് ഉണ്ട്. വാസു നാളെ ടെക്സസ് ഉണ്ട്. അപ്പൊ സ്ലോട്ട് കൊടുത്തേക്കാം നമ്മള്, ഓരോ ദിവസം ഓരോ വാറ്. ആരോട് പറയാനാ? ആര് കേക്കും? അയ്യോ ടെക്സസ് അല്ല, ടോക്കിയോ. ആള് പോയി. ആരോട് പറയാ? ആരും കേട്ടില്ല. അടിച്ചുപോയി. ടെക്സസ് ഒക്കെ സിയോണില്ല. തെറ്റിപ്പറ്റിപ്പോയി. സോറി.
ഒരു പെണ്ണിനെ കാണുന്നില്ലല്ലോ മച്ചാ. അണ്ണനെവിടെ? ഫ്രണ്ടിലുണ്ട്. ഇവിടെ എന്താ കേവിയുടെ വണ്ടി കിടക്കുന്നത്? സുഖം തന്നെ. ഓ സുഖം. അല്ല ഞാൻ ലിയോ. ഇതാര് നീ എന്ന് വന്ന് ഇതിന്റെ അകത്തോട്ട്? കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ കേറിയിൽ വന്നിട്ട് 6 മണിക്ക് പോകുന്നത് പോലെ ഒരു ചെരുപ്പ് കിട്ടുമെന്ന് എന്നെ അതിന്റെ ഫ്രണ്ട് നിർത്തിയേക്കുമായിരുന്നു. പറയുന്നൊന്നും കേൾക്കല്ല. ആണാ അമ്പാടാ ഞാൻ ഇത് ഏത് ഗ്യാങ് നോക്കുവോ? അപ്പൊ കാറിലോ? കാർലസിന്റെ ഉടുപ്പാന്നേ ഉള്ളു സംഭവം ഞാനാ. നമ്മളിന്ന് അടി ഉണ്ടായില്ലെന്ന് അറിയാൻ പോയി. അങ്ങനെ നോക്കിക്കോ. എന്താണ് സുഖങ്ങളൊക്കെ തന്നെ? പിന്നെ എന്താ പരിപാടി? ഇത് ഇങ്ങനെ നടക്കുന്ന ഒരു വാറൊക്കെ ഉണ്ട്. അതാണ് കുറഞ്ഞല്ലോ. സുന്ദരി വിളിക്കുന്നു. ജോണിയ പാപ്പന്റെ കൂടെ നടന്നും കിടന്നും അതേ അങ്ങേറെ പോലത്തെ സംസാരമായി. എന്ത് വേണാ മക്കളെ അങ്ങനെയൊക്കെ ആയി കേട്ടോ. ഞാനതൊക്കെ വെറും എടാ നമ്മുടെ ഗ്യാങ്ങിലെ കുറെ അമ്മർക്ക് വല്ല പ്രാന്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉമ്മാരൊക്കെ എന്ത് പോയി കാണിക്കുന്നേ ഇങ്ങനെ 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 ഇതാവരുത്, മനസ്സിലായോ? വാസു ചിലർക്കൊക്കെ കടിയൊക്കെ തുടങ്ങി. ഞാൻ പറയാട്ടെ കഥകളൊക്കെ. അത് പറയാം. അച്ഛൻ കടിച്ചോണ്ടിരിക്കുക. എടാ വാസു എന്ത് ചെയ്യടാ വാസു? ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ആണോ? അയ്യോ പറയണ്ടായിരുന്ന. മുംബൈ ഈസ് എ വണ്ടർഫുൾ പ്ലേസാ ഡോക്കി ബ്രോസ്. തിരിക്കട ഉമ്മര് പറയണേ. പാച്ചു ഇങ്ങോട്ടൊന്നേ. അയ്യോ എന്തോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പാച്ചു. ഹാപ്പി ബർത്ത്ഡേ പാച്ചു. ഒരു 5 കോടി. അല്ല ഒരു ഇതിന് നിങ്ങൾ ഗ്യാങ്ങുപരമായിട്ട് ഉടായിപ്പാടല്ലേ? ഇന്നലെ എല്ലാവരും പാട്ട് പാടി തന്നിട്ട് എന്റെ അടുത്ത് വെച്ച് പൈസ എടുക്കാൻ. അപ്പൊ ഇന്നലെ അല്ല ഇന്നലെ 12 മണി 12 മണിക്ക്. ഡീമ എനിക്ക് വിഷമമായി. ഡീമ നീ ലേറ്റ് ആയിട്ട് വിഷ് ചെയ്തേ. ഞാൻ വിഷമമില്ല. അപ്പൊ അതിനകത്ത് ഞാൻ ആയിരുന്നു. എനിക്ക് പുല്ലുവല്ല നീയൊക്കെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഒത്തിരി വിഷയം. 100 റുപ്പീസ് തന്നാ ബർത്ത്ഡേ വീഡിയോ അയച്ചു തരുമെന്നാ. ജാറ്റി എന്റെ വേറെ വീഡിയോ അയച്ചു തരാ 100 രൂപയ്ക്ക് അല്ലേ? ഗ്യാങ്ങോസിപ്പോ നീ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനാണോ ചോദിക്കണേ? ആണോ നീ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി? അല്ലേ ഇത് ഒന്നിരുന്ന് കളിയുടെ കൂട്ടം ഞാൻ മാറിത്തരാം. ഞാനിപ്പോ ഗ്യാങ്ങോസിൽ പോയാൽ അത് ആണെന്നാവൂല്ലേ? അത് ഗേവിയുടെ ഗ്യാങ്ങോസ് കയറാം. ആദ്യം ഞാൻ പോയത് ഗേവി ഗ്യാങ്ങോസ്. അല്ലെങ്കിൽ വേണ്ട ഗ്യാങ്ങോസിലേ പോകണ്ട. ഞാൻ പെട്രോൾ പമ്പ് കയറാം. ആദ്യം കയറി പെട്രോൾ പമ്പ്. അപ്പൊ രണ്ടാമത് ഗ്യാങ്ങോസ് പോകാം. അപ്പൊ അതായത് അവന്റെ ഇതാക്കില്ല. ഞാൻ പെട്രോൾ പമ്പ് കയറി ആദ്യം പോയത് ഗ്യാങ്ങോസിലല്ല. പെട്രോൾ പമ്പിൽ പോയിട്ടാണ് ഗ്യാങ്ങോസ്. അപ്പൊ ഇവർ പറഞ്ഞതല്ല പക്കയെന്ന്. എന്നണ്ണ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണ് ഉറങ്ങാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കണ്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഈ കരളിൽ ഉയരും തരട്ടെ എന്നാ. എന്റെ പെണ്ണുപോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? ഹലോ എന്താ കാർലോനെയാ? റേഡിയോനകത്ത് സംസാരിക്കുന്നവൻ പറഞ്ഞു വിടുവേ. പോവാനാ കൊച്ച കൊമ്പ് വെച്ചൊരു കുത്തങ്ങാണ് കൂടെ മനുഷ്യ. നിങ്ങൾ ദൈവമായിരിക്കും ദൈവം.
നിന്റെ സൗണ്ട് കേട്ടാ സൂര്യ എല്ലാവരും ശബ്ദം കേട്ടോന്ന്. സൂര്യ എടാ സൂര്യ ഇതെന്തൊരു നിന്റെ പ്രഗ്നൻസി വാട്ടറിനെ വെച്ചോ, വാട്ടറിനെ വെച്ചോ നോക്കിയാ. വാരണങ്ങി ഒന്ന്, വാരണങ്ങി. ഞാനും ബോബോയും വാസവണ്ണ ഇപ്പൊ മാറി വിളിച്ചിട്ട് വാസവണ്ണ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒരു 50 വട്ടം ഞാൻ വിളിച്ച് ബോബോ ഒരു 10 വട്ടം വിളിച്ചു. നമുക്ക് പോയി വാസു നേരെ പോയി കാണാം. വാസു എവിടെ വാസു? വാസു റേഡിയോയിലില്ലേ? തോളത്ത് കയറാൻ ഇനി ഇത് ആവുന്നില്ലല്ലോ, നീ തരുന്നില്ലല്ലോ ഒന്നും. വാസു ഇതിലില്ലടാ, റേഡിയോയിലില്ല. അണ്ണ എവിടെ പോയി? എടാ സൂര്യ ബോസേ ആ വണ്ടി ഒന്ന് ഓണാക്കി തന്നെ, ലോക്ക് മാറ്റി തന്നെ. സൂര്യ നിനക്ക് എന്തെങ്കിലും കിഴ ഉണ്ടോടാ? നിനക്ക് നിന്റെ സാമാനം നിന്റെ ഞാൻ വല്ല പറ സൂര്യ. ഇതൊക്കെയാണ് നീ എന്തിനാ എന്റെ കൂടെ വന്നത്? നീ തപ്പ പോന്നത് ജോക്കി വാസുന്തിയെ ജോക്കി 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 അണ്ണ ജോക്കി 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 പ്രശ്നം എവിടെയാ ജോക്കി? വാസു എവിടെ? ജോക്കി വാസുടെ ജോക്കി പൊന്ന ജോക്കി എവിടെ വാസു? ഞാൻ വാസുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാ. എന്തോന്ന് മോനെ മക്കളെ? സൂര്യ റൊമ്പ ഭാഷ ആൾക്കാർ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. പോലെ സംസാരിക്കുന്നത് വിളിച്ചെന്ന് പറയണേ. സൂര്യ പിള്ളേരുടെ വണ്ടിയിൽ എടാ വാസു എന്തിയെ? പാല് കുടിക്കുന്ന സൂര്യ വാട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വാസു എന്തിയെടാ? ഇത് കണ്ടിട്ടുണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ. അയ്യേ അല്ലല്ല ഇരിപ്പ് നോക്കി ചെറുക്കിറങ്ങി പോടാ. മീറ്റിംഗിന് പോയി പ്ലഗ് കാണില്ല. വാസുവിന് എന്താ പറ്റിയടാ? ഒരു സൈഡ് അങ്ങ് പ്ലഗ്. ഇറങ്ങടാ ആ ഷാളങ്ങ് മാറ്റം കിട്ടി കൊടുക്കും. അങ്ങോട്ട് പട്ടികളെ വൃത്തിയായിട്ട്. എടാ നിനക്ക് ഒരു കാര്യം പറയുമ്പോ ആലോചിച്ച് ചിന്തിച്ചൊക്കെ പറയണ്ടേ? എന്തോ ഞാൻ അത് കേക്കാണ്ടിരിക്കാൻ ഇങ്ങോട്ട് അപ്പൊ നീ റേഡിയോയിൽ വിളിച്ചു പറയണ. ഇതിപ്പോ ഇതെന്തിനാ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്? അടിക്കണത് ഞാൻ കാര്യം നോക്കിയതാ. നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചാ മതിയായിരുന്നു വണ്ടി ശരിയാക്കാൻ. ഞാൻ എന്തിനാ പൈസ കൊടുത്തേ? അറിയപ്പെടാ